നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 584th day. Today Pradhamaskanda 3rd chapter 21st ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 584 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. തതഃ സപ്തദശീ ജാത സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോശാഖാ ദൃഷ്ട്വാ പുംസോൽപമേധസാ. തതഃ സപ്തദശീ ജാത സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോശാഖാ ദൃഷ്ട്വാ പുംസോൽപമേധസാ. ഓം തത്സത്. തത സപ്തദശേ ജാതഃ സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസഃ അല്പമേധസ. ഇങ്ങനെയാണ് ഈ ശ്ലോകം പദം പിരിക്കേണ്ടത്. തഥ എന്ന് പറഞ്ഞാൽ പിന്നെ, സപ്തദശി 17ാമത്തെ, അതായത് ഭഗവാന്റെ 17ാമത്തെ അവതാരം, പരാശരാത് പരാശരനിൽ നിന്നും, സത്യവത്യാം സത്യവതിയിൽ, ജാതഃ ജനിച്ചു, പുംസ എന്ന് പറഞ്ഞാൽ പുംസ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, അല്പമേധസ ബുദ്ധി കുറഞ്ഞവരായിട്ട്, ദൃഷ്ട്വാ കണ്ടിട്ട്, വേദതരോ വേദമാകുന്ന വൃക്ഷത്തിന്, തരോ എന്ന് പറഞ്ഞാൽ വൃക്ഷം, വേദതരോ ശാഖാഹ ശാഖകളെ, ചക്രേ ഉണ്ടാക്കി, ചക്രേ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി എന്നർത്ഥം. അതായത് 16ാമത്തേതിൽ എന്നാണ് ഇവിടെ പറയുന്നത്. 17ാമത്തേതിൽ പരാശര മഹർഷിയിൽ നിന്നും സത്യവതിയിൽ ജനങ്ങൾക്ക് വേദങ്ങൾ അറിയുവാനുള്ള ബുദ്ധി കുറഞ്ഞവരായിരിക്കുന്നു എന്ന് കണ്ടതിനാൽ വേദമാകുന്ന വൃക്ഷത്തിന് ശാഖകളെ ഉണ്ടാക്കി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ജനങ്ങൾക്ക് ആ സമയത്ത് വ്യാസമഹാമുനി ഉണ്ടായ സമയത്ത് അദ്ദേഹം ഭഗവാന്റെ തന്നെ 17ാമത്തെ അവതാരമാണ്. ഈ 17ാമത്തെ അവതാരത്തിൽ പരാശര മഹർഷിക്ക് സത്യവതി എന്ന മുക്കുവ സ്ത്രീയിൽ ഭഗവാൻ വേദവ്യാസനായിട്ട് ജനിച്ചു. വേദവ്യാസൻ എന്നല്ലായിരുന്നു പേര്. ഈ വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട്, അതായത് ശാഖകളാക്കി പിരിച്ചതുകൊണ്ടാണ് വേദവ്യാസൻ എന്ന് പേര് വന്നത്. അദ്ദേഹം ജനങ്ങൾക്ക് ആ വേദങ്ങളെ അങ്ങനെ തന്നെ ഗ്രഹിക്കുവാനുള്ള കഴിവ് കുറവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേദങ്ങളെ ശാഖകളാക്കി പിരിച്ചപ്പോൾ ഓരോ ശാഖകളായിട്ട് പഠിക്കുവാൻ എളുപ്പമായിരിക്കും. ഏതൊരു കാര്യവും പിരിച്ച് പഠിച്ചാൽ, കുറച്ചായിട്ട് പഠിച്ചാൽ നമുക്ക് അത് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വേദങ്ങളെ അദ്ദേഹം വ്യസിച്ചു. അതിനാലാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര്, കൃഷ്ണദ്വൈപായനൻ എന്ന പേര് മാറി. ദ്വീപിലുണ്ടായതുകൊണ്ട് ദ്വൈപായനൻ എന്നും കൃഷ്ണൻ എന്ന പേരായിട്ട് കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു വ്യാസമഹർഷിയുടെ ആദ്യത്തെ പേര്. അദ്ദേഹം വേദങ്ങളും പുരാണങ്ങളും ഒക്കെ സൃഷ്ടിച്ച മഹാമുനിയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേദങ്ങളെ മനസ്സിലാക്കാനുള്ള മേധസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി, അല്പമേധസ്
മനസ്സിലാക്കാനുള്ള ബുദ്ധി കുറവാണ് എന്ന് കണ്ടതിനാൽ വേദങ്ങളെ ശാഖകളാക്കിയിട്ട് വ്യസിച്ചു, ശാഖകളാക്കിയിട്ട് കൽപ്പിച്ചു. വേദങ്ങൾക്ക് ശാഖകളെ കൽപ്പിച്ച് അങ്ങനെയാകുമ്പോൾ വേദങ്ങൾ പഠിക്കുവാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് ഉള്ള മാതിരി വേദങ്ങളെ വ്യസിച്ചു, ശാഖകളാക്കി വ്യസിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേരും വന്നത്. ഭഗവാന്റെ 17ാമത്തെ വ്യാസാവതാരമാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തതഃസപ്തദശീ ജാത സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസോൽപമേധസ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.